Hi CUT aspirants. So CUT UG 2025 ബേസിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. CUKന്റെ വെബ്സൈറ്റിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് cukkuvet.samarth.edu.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടത്. ശ്രദ്ധിക്കണം, cukkuvet.samarth.edu.in എന്നാണ് വെബ്സൈറ്റ് ഉള്ളത്. അപ്പം അവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അവർ കാര്യമായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 17 ജൂലൈയിലാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. ഓഗസ്റ്റ് 1 രാത്രി വരെയാണ് ശരിക്കും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്ട്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ അവർ പൂർത്തിയാക്കുന്നത്. സോ ഇവരവിടെ പ്രോപ്പർ ആയിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് അവർ നമ്മുടെ സീറ്റുകൾ ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിഷൻസ് ഓഫർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന UG പ്രോഗ്രാംസ് ആണ്. 4 വർഷത്തെ UG പ്രോഗ്രാംസ് ആണ്. NEP 2020 ബേസിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ബേസിൽ 4 ഇയേഴ്സ് ഉള്ള UG പ്രോഗ്രാം കോഴ്സുകളാണ് നിങ്ങൾ കാണുന്നത്. അതിലൊന്ന് സൈക്കോളജി ആണ്, ജോഗ്രഫി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, BSW ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക്, ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി, കെമിസ്ട്രി, ജിയോളജി, ഫിസിക്സ്. എല്ലാത്തിലും 40 സീറ്റുകളാണ് ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്യുവറ്റിന്റെ നോർമൽ വെബ്സൈറ്റിൽ പോയാൽ CUKന്റെ ഡൊമൈൻ സബ്ജക്റ്റുകൾ കാണാൻ പറ്റും. ഡൊമൈൻ സബ്ജക്റ്റുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ സബ്ജക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ. CUETക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ എഴുതിയവർക്ക് മാത്രമായിരിക്കും ഈ വെബ്സൈറ്റിന് ഈ തന്നിരിക്കുന്ന കോഴ്സുകൾക്ക് എലിജിബിലിറ്റി കിട്ടുക. അപ്പൊ ഇതൊന്നാണ് BSc കോഴ്സുകൾ. സോ BSc കോഴ്സുകളെല്ലാം ക്യുവറ്റ് UG 2025 സ്കോറിന്റെ ബേസിലാണ് അവർ ഇൻടേക്ക് ചെയ്തിട്ടുള്ളത്. സിമിലർലി 2025 അവിടെ BTech, BBA, BA, LLB പ്രോഗ്രാംസുകളിലേക്കും അഡ്മിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നല്ലൊരു കോഴ്സാണ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന BTech കോഴ്സ് ഉണ്ട്. അത് ക്യുവറ്റ് UGന്റെ ബേസിലാണ്. പിന്നുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒന്നെങ്കിൽ ക്യുവറ്റ് UG അല്ലെങ്കിൽ JEE മെയിൻസിന്റെ ബേസിലായിരിക്കും. പിന്നെ കമ്പ്യൂട്ടർ സയൻസും മെഷീൻ ലേണിംഗും ഉണ്ട്. അതും ഇതേപോലെ ക്യുവറ്റിന്റെയോ JEE മെയിൻസിന്റെ 50% റേഷ്യോ വെച്ചിട്ട് എടുക്കുക. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഉണ്ട്. പിന്നെ BBA ആണ്, അതും ഉണ്ട്. അതേപോലെ BA, LLB ഉണ്ട്. ഇത്രയും കോഴ്സുകളാണ് ശരിക്കും. കോഴ്സിന്റെ ഡ്യൂറേഷൻ മറക്കണ്ട. BTech 4 വർഷത്തെ കോഴ്സാണ്, BBA 3 വർഷത്തെയും, BA LLB കോഴ്സ് 5 വർഷത്തെയും കോഴ്സാണ്, അത് മറക്കരുത്. അപ്പം ഇവർ പറയുന്നുണ്ട് BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. AI ആൻഡ് മെഷീൻ ലേണിംഗിൽ 60 സീറ്റാണ്. അതിൽ 50% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ക്യുവറ്റിന്റെ ബേസിലും 50% സീറ്റ് ഫില്ല് ചെയ്യുന്നത് JEE മെയിൻസിന്റെ ബേസിലുമാണ്. അപ്പൊ ഇത് രണ്ടിലും ക്വാളിഫൈ ആവർക്കാണ് ശരിക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ജനറൽ കാറ്റഗറി, OBC, EWS കാറ്റഗറി ഉള്ളവർക്ക് 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്, നോൺ റീഫണ്ടബിൾ ആണ്. സിമിലർലി SC, ST, PWD കാറ്റഗറി ഉള്ളവർക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ രജിസ്ട്രേഷന്റെ ഇവന്റ്സ് നമുക്കൊന്ന് നോക്കാം. പേയ്മെന്റും കാര്യങ്ങളൊക്കെ, നിങ്ങൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 17-ാം തീയതിയാണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് CUKന്റെ നേരത്തെ പറഞ്ഞ പോർട്ടലിൽ കയറി രജിസ്ട്രേഷൻ എൻഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/8/2025 ആണ്. പിന്നെ അവരതേപോലെ തന്നെ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ്സിന്റെ പബ്ലിക്കേഷൻ ഇത് പുറത്തുവിടും, 4-ാം തീയതി പുറത്തുവിടും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ബാക്കി ആ സമയങ്ങളിലാണ്. ആ സമയം നിങ്ങൾ നോക്കണം. താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നൊരു പാസ്പോർട്ട് സൈസ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്, നിങ്ങൾ ക്യുവറ്റിൽ അപ്ലൈ ചെയ്ത പോലെ ഒരു ഫോട്ടോഗ്രാഫ് വേണം. പിന്നെ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഷീറ്റ് വേണം, 12ാം ക്ലാസ്സിന്റെ മാർക്ക് ഷീറ്റ് വേണം. അതേപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നത്, 10ലെ ക്ലാസ് ഏതായാലും മതി. വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നേ പറയുന്നുള്ളൂ. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കൊടുത്താലും മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ SC, ST കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ PWD, EWS, OBC കാറ്റഗറീസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ അപ്ലോഡ് ചെയ്യണം. അതിന്റെ ഡോക്യുമെന്റ് ഫോർമാറ്റ് അവരവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഫോർമാറ്റ് ഉള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ വെറുതെ ജസ്റ്റ് ക്യുവറ്റ് എക്സാം എഴുതിയെന്നും പറഞ്ഞ് ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ തരത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഏതാണോ നോക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ഡിഫറെന്റ് കോഴ്സുകളായിരിക്കും. ഇപ്പൊ തന്നെ BHUന്റെ ഓപ്പൺ ആയിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ പോണ്ടിച്ചേരിയുടെ ഓപ്പൺ ആയിട്ടുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഓപ്പൺ ആയിട്ടുണ്ട്, സെൻട്രൽ ഓഫ് കേരള ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസിന്റെ, ഡൽഹി യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റി ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വെബ്സൈറ്റ് ഏതാണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതാണോ അവരുടെ വെബ് പോർട്ടലിൽ കയറി നോക്കുക, ആപ്ലിക്കേഷൻസ് ഓൺ ആയെന്ന കാര്യം നോക്കുക, അതനുസരിച്ച് ആപ്ലിക്കേഷൻസ് കൊടുക്കുക, അതിനുശേഷം കൺഫേം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓൾ ദ ബെസ്റ്റ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.